അമേരിക്കൻ സ്ട്രൈക്കർ ഫോളറിന് ബലോഗന്റെ പ്രീക്വാർട്ടർ മത്സരത്തിലെ വിലക്ക് ഫിഫ അപ്രതീക്ഷിതമായി നീക്കിയതിനെതിരെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിക്ക് IOC പരാതി. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ രാഷ്ട്രീയ നിഷ്പക്ഷത ലംഘിച്ചുവെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഇടപെടലുകളിലൂടെ ചട്ടങ്ങൾ അട്ടിമറിച്ചുവെന്നും മനുഷ്യാവകാശ സംഘടനയായ ഫെയർ സ്ക്വയർ നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു. ബോസ്നിയയ്ക്കെതിരായ റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ എതിർതാരത്തെ ഫൗൾ ചെയ്തതിന് ബലോഗന് നേരിട്ട് ചുവപ്പ് കാർഡ് ലഭിച്ചിരുന്നു. ഫിഫ നിയമപ്രകാരം ചുവപ്പ് കാർഡ് ലഭിക്കുന്ന കളിക്കാരന് അടുത്ത മത്സരത്തിൽ വിലക്ക് ലഭിക്കും. ഇതനുസരിച്ച് ജൂലൈ 6-ന് ബെൽജിയത്തിനെതിരായ പ്രീക്വാർട്ടറിൽ ബലോഗന് കളിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ജൂലൈ 5-ന് ഫിഫ അപ്രതീക്ഷിതമായി ഒരു പ്രസ്താവനയിറക്കി. ഫിഫ ഡിസിപ്ലിനറി കോഡിലെ ആർട്ടിക്കിൾ 27 പ്രകാരം ബലോഗന്റെ ഓട്ടോമാറ്റിക് സസ്പെൻഷൻ 1 വർഷത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ ഈ തീരുമാനത്തിന് പിന്നിലെ കൃത്യമായ കാരണം ഫിഫ വിശദീകരിച്ചിരുന്നില്ല. ഈ വിഷയത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ പിന്നീട് സമ്മതിച്ചു. എന്നാൽ ഫിഫയുടെ തീരുമാനത്തിൽ ട്രംപ് ഇടപെട്ടിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഫിഫയുടെ ഈ നടപടിയെ ട്രംപ് പരസ്യമായി പിന്തുണക്കുകയും ചെയ്തിരുന്നു. വിലക്ക് നീക്കപ്പെട്ടതിനെ തുടർന്ന് ബെൽജിയത്തിനെതിരായ മത്സരത്തിൽ ബലോഗൻ കളത്തിലിറങ്ങി. എന്നാൽ മത്സരത്തിൽ അമേരിക്ക 4-1 വരെ എന്ന സ്കോറിന് തോൽക്കുകയും ലോകകപ്പിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. ഫിഫയുടെ ഉന്നതതല തീരുമാനങ്ങളിൽ രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നു എന്ന ആരോപണം ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്.